തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം കലക്കി ആനപ്പാപ്പാന്മാർ. പ്രതിഷേധവുമായി ആറ്റൂർ ദേശം. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിനായി എത്തിച്ച ഗുരുവായൂർ ദേവസ്വത്തിന്റെ 3 ആനകളെയാണ് പാപ്പാന്മാരുടെ അനാസ്ഥ മൂലം കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാനാകാഞ്ഞത്. ഇക്കാരണത്താലാണ് ആറ്റൂർ ദേശത്തിന്റെ പ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാജ്യത്തിന്റെ അവസാനം നമുക്ക് ഇങ്ങനെ അവസാനിച്ചതിൽ വളരെയധികം വിഷമമുണ്ട്. കാരണം ഒരു 500ഓളം കുടുംബങ്ങളുടെ സഹകരണം കൊണ്ട് നടത്തിപ്പോരുന്നതാണ്. എന്തായാലും ഭഗവതിക്ക് കാവ് കയറുക എന്നുള്ളത് തന്നെയാണ് ആ പൂരം സമാപ്തിയിൽ ഏറ്റവും വലിയ സംഭവം. പക്ഷെ അത് നമുക്ക് നമ്മുടെ തെടമ്പാനയുടെ മുകളിൽ നടത്താൻ പറ്റാതെ വന്നു. എന്തായാലും അതിൽ വളരെയധികം വിഷമമുണ്ട്. പുതുശ്ശേരി ദേശത്തിൻ്റെ ആനയുടെ മുകളിലാണ് നമ്മുടെ തെടമ്പ് ഭഗവതിനെ എഴുന്നള്ളിച്ച് ഫലം വെച്ചിട്ട് കാവ് കയറി പോകുന്നത്. എന്തായാലും നമ്മൾ ഈ സമയത്ത് ആ പുതുശ്ശേരി ദേശത്തിനോട് കടപ്പെട്ടിരിക്കുന്നു, നന്ദിയും അറിയിക്കുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ ആനവണ്ടി തടയുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. തുടർന്നാണ് ചെറുതുരുത്തി പോലീസ് സംഭവത്തിൽ ഇടപെട്ടത്. നമ്മുടെ 4 ദേശങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളുണ്ട്. അത് 1 നെടുമ്പര, 2 ചെറുതുരുത്തി, 3 പാഞ്ഞാള്, 4 ആറ്റൂര്. അങ്ങനെയാണ് ഈ ആനകളെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് ഇത് ലേലം വിളിക്കാൻ പോയിട്ടുള്ളത്. ഞങ്ങളെല്ലാം ഒരേമാതിരി നിന്ന് ലേലം വിളിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ പങ്കിട്ടെടുക്കുന്നതായി ഞങ്ങൾ എടുത്ത് പോകുന്നതാണ് ഈ ആനകളെ. ഇത് ഞങ്ങൾക്കുണ്ടായത് ഈ പാപ്പന്മാരുടെ പാപ്പന്മാരുടെ അഹങ്കാരം കാരണം കൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ച ഈ വിഷമം അത് ഒരിക്കലും തീർത്താൽ തീരാത്ത വിഷമമായിട്ട് നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് 15 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ദേശക്കാരുടെ പൂരം അലങ്കോലപ്പെട്ടതിന് കാരണമായ ഗുരുവായൂർ ദേവസ്വം വൻതുക നഷ്ടപരിഹാരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സമർപ്പിക്കുമെന്ന് ആറ്റൂർ ദേവസ്വം പ്രസിഡന്റ് കെ നാരായണൻകുട്ടി, വൈസ് പ്രസിഡന്റ് NR ഷാജു, സെക്രട്ടറി വിജയൻ പാലഞ്ചേരി, ട്രഷറർ ശശി എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആറ്റൂർ ദേശം പൂരം ആനപ്പാപ്പന്മാര് ഇന്ന് കലക്കലുണ്ടായിരുന്നു. ഇന്നലെ നല്ല രീതിയിൽ കൊണ്ടുവന്ന പൂരം 3 മണിക്ക് ആറ്റൂരിൽ നിന്ന് തെടമ്പ് എഴുന്നള്ളിച്ച് ഇവിടെ വന്ന് ഗംഭീരമായിട്ട് കാവ് കയറിയ പൂരം ഇന്നലെ രാത്രി മദ്യം വേണമെന്ന് പറഞ്ഞിട്ട് പാപ്പന്മാർ എന്താ പറയുക വളരെ മോശമായ രീതിയിൽ അവിടെ അലമ്പുണ്ടാക്കി. എന്നിട്ട് നമ്മുടെ ചില ആളുകൾ ഒരു സെറ്റിൽമെൻറ്റ് എന്ന നിലയ്ക്ക് അവർക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇന്ന് കാലത്ത് നമ്മൾ ആനയുടെ പൈസ പൂർണ്ണമായും ദേവസ്വത്തിൽ അടച്ചിട്ടില്ല. ആനയുടെ ആ ബത്തിയും അടച്ചല്ല, പാപ്പന്മാരുടെ ബത്തി അടച്ചു, വാഹനത്തിൻ്റെ പൈസയും കൊടുത്തു. അതിൻ്റെ നമ്മുടെ എല്ലാ രേഖകളും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കാലത്ത് നമ്മൾ സാധാരണത്തെ രീതിയിൽ ഒരു കാശ് കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് 3000 രൂപ വെച്ചിട്ട് ഓരോ ആനയ്ക്കും 3000 രൂപ വെച്ചിട്ട് പാപ്പന്മാർക്ക് കൊടുത്തു. ഒരു പാപ്പാൻ ആ പൈസ വാങ്ങിച്ചു. ആ പാപ്പാൻ പൈസ വാങ്ങിച്ച് മറ്റ് 2 പാപ്പന്മാരും ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് 5000 രൂപ വെച്ച് വേണം. അപ്പോൾ 3 ആനയ്ക്ക് അവർക്ക് 15000 രൂപ. ആ ഒരൊറ്റ വിഷയം പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഒരു ധാരണയിൽ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഇവിടെ വന്ന് 5:30 മണിക്ക് മറ്റ് ദേശങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആന അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോയി. നമുക്ക് ആന ആയതുകൊണ്ട് പെട്ടെന്ന് തടയാൻ കഴിയില്ലല്ലോ. ആന അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോയിട്ട് ആ പൂരം അങ്ങോട്ട് കലക്കി നേരെ നടക്കിൽ കൊണ്ടുപോയി തെടമ്പ് ഊരാൻ നിന്നപ്പോൾ മറ്റേ പൂരം അമ്പലക്കമ്മറ്റിക്കാർ പറഞ്ഞു കൂടെ ഊരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും അറിയാം, CCTVയിൽ എല്ലാം ദൃശ്യമുള്ള. ആ ആന നേരെ തിരിച്ചു പോകണമെന്ന് അവർ തെടമ്പ് എല്ലാം കൂടിയിട്ട് അവിടെ വണ്ടി നിന്നായിരുന്നു. ആ വണ്ടിയിലേക്കാണ് എടുത്തിട്ട് അവരാ പോയി. ആ തെടമ്പ് വരെ നശിപ്പിച്ചു. എന്നിട്ട് നമ്മൾ വേറൊരു ദേശത്തെ ആന ഈ തെടമ്പ് ആ ആനയ്ക്ക് ഏറ്റിട്ടാണ് നമ്മൾ തെടമ്പ് എഴുന്നള്ളിച്ചത്. അപ്പോൾ പൂരം മൊത്തമായിട്ടാണ് കലക്കി. ഇതൊന്നും അത് കഴിഞ്ഞ് നമ്മൾ പ്രതിഷേധം സാധാരണ സ്വാഭാവികമാണല്ലോ. നമ്മുടെ ദേശത്തുള്ള ആളുകൾ ആനന്നെ പോകണ്ട, ആനെ കൊണ്ടുപോകണ്ടെന്ന് വെച്ച് വണ്ടി തടഞ്ഞു. അതൊക്കെ ഉണ്ടായി. അതൊക്കെ സ്വാഭാവിക പ്രതിഷേധം മാത്രം. വണ്ടിയുടെ താക്കോല് അതൊക്കെ ശരിയാണ്, സ്വാഭാവിക പ്രതിഷേധം. അത് കഴിഞ്ഞ് ഇപ്പോൾ പോലീസ് ഇതെല്ലാം പരിഹരിക്കേണ്ട പോലീസ് വൺ സൈഡ് സംസാരിക്കുക. ദേവസ്വത്തിൻ്റെ ആനയാണ് ഈ ആനയുടെ പാപ്പാന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ ജീവനക്കാരാണ്. അവർക്ക് കൊടുക്കേണ്ട ബത്തയും ഈ പറയുന്ന നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു, ബത്ത ഉൾപ്പെടെ നമ്മൾ അവിടെ അടച്ചിട്ടാണ് ആനേനെ നമ്മൾ ഏറ്റെടുക്കുന്നത്. മുഴുവൻ ചെലവും നേരത്തെ കൂടി ദേവസ്വത്തിൽ അടച്ചിട്ട് ആ ആനേനെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ പാപ്പാന്മാർ കാണിക്കുന്ന അവരുടെ അഹങ്കാരം ധിക്കാരപരമായ സമീപനമാണ് കണ്ടതെന്നുള്ളതാണ്. ഒരു വർഷത്തെ അധ്വാനമാണ്, ഒരു ദേശത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെ അധ്വാനമാണ്. ആ ജനങ്ങളുടെ അധ്വാനത്തിന് വകവയ്ക്കാതെ അവർക്ക് 15000 രൂപ കൈക്കൂലി കൊടുത്തില്ല എന്നുള്ള ഒറ്റ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ദേശം ഈ പറയുന്ന താഴെപ്രദേശം എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ആനേനെ എഴുന്നള്ളിച്ച് നിൽക്കുന്നു, വാദ്യക്കാരൻ നിൽക്കുന്നു. അത്രയും ആളുകളുടെ ഇടയിലൂടെ
ദാമോദരദാസ് എന്ന് പറയുന്ന കോലം വെച്ച ആന കുറച്ച് കുറുമ്പനായിട്ടുള്ള ആനയാണ്. ആ ആനേനെ ഇത്രയും ആളുകളുടെ ഇടയിലൂടെ അവർ ഇടിച്ചു കയറ്റി നേരെ കൊണ്ടുപോയി നടക്കിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ ചടമ്പ് അവിടുന്ന് അഴിച്ച് ഇറക്കി വെക്കുന്ന നിസ്കാരപരമായിട്ട് സംഭവങ്ങളാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് അവരുടെ സമയം 6 മണിക്ക് അവരുടെ സമയം കഴിയുന്നതാണ് അവർ പറഞ്ഞത്. 6 മണി വരെയാണ് അവർ കരാർ പ്രകാരമുള്ള സമയം എന്ന് പറയുന്നത്. 5:20 ആകുമ്പോഴത്തേക്ക് അവരവിടെ തടമ്പ് അഴിച്ചു എന്നുള്ളതാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയും, ഇവരിപ്പോൾ ആ നിയമം പറയാണ് 6 മണിക്ക് അവരെ കരാറ് കഴിഞ്ഞാൽ അവർ ഒഴിവാക്കണമെന്നാണ്. 5:20 അവർ തടമ്പഴിച്ചു. മാത്രമല്ല മറ്റുള്ള ചെറുതുരുത്തി ദേശം ഉൾപ്പെടെയുള്ള ദേശങ്ങൾക്ക് നിരവധി ആനകൾ ഈ പറയുന്ന ദേവസ്വത്തിൻ്റെതായിട്ടുണ്ട്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉണ്ട്. അവർ 6:30-ക്കാണ് ഈ പറയുന്ന അവരെ പൂരം മുഴുവൻ സമാപിച്ച് അവിടെ കാവേറി എല്ലാ ചടങ്ങുകളും അവസാനിച്ചതിന് ശേഷമാണ് ദേവസ്വത്തിൻ്റെ ബാക്കിയുള്ള മുഴുവൻ ആനകൾ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ദാമോദരദാസും അതുപോലെ ഞങ്ങൾക്ക് ആറ്റൂർ ദേവസ്വത്തിൽ വന്ന 3 ആനകൾക്ക് മാത്രം നിയമപരമായിട്ടുള്ള ഒരു വേറെ നിയമമാണെന്നുള്ളതും ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞ വേറെ നിയമമാണെന്നുള്ള തരത്തിലാണ് തർക്കിച്ചുള്ള രീതിയിലാണ് ഈ പറയുന്ന പാപ്പന്മാർ നിൽക്കുന്നത്. 15,000 രൂപ അവർക്ക് കൈക്കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. CCV ന്യൂസ് ചേലക്കര.